ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 41-ാമത്തെ ശ്ലോകം നോക്കാം. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃതാത്മനാം ദർശനാന്നോ ഭവേത് ബന്ധഃ പുംസോക്ഷ്ണോ സവിതുര്യഥാ. സാധൂനാം സമചിത്താനാം. സാധൂനാം സാധുക്കളായിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ സ്വധർമ്മത്തിൽ നിന്നും തെറ്റാതെ വഴിതെറ്റാതെ വ്യതിചലിക്കാതെ ചരിക്കുന്നവരായിട്ടുള്ള സമചിത്താനാം. ഈ സമചിത്തത എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലെ ആ ഈശ്വരനെ അറിഞ്ഞവരാണ്, ആത്മാവിനെ അറിഞ്ഞവരാണ്. താനും തൻ്റെ ചുറ്റിനുമുള്ളതൊക്കെ ഒരേ ആകാശത്തിൻ്റെ ഭാഗമാണ് എന്നറിയുന്നത്, ഒരേ വായുവിൻ്റെ ഭാഗമാണെന്നറിയുന്നത്. തന്നിൽ നിന്നും ഈ വായു പോയാലും തൻ്റെ അടുത്തുള്ള ഏത് ചരാചരങ്ങളിൽ നിന്ന് ആ വായു പോയാലും പിന്നീട് ഇതെല്ലാം ശവമായി മാറുന്നതാണ്. അപ്പോൾ ഈ ആത്മതത്വത്തെ നന്നായി അറിഞ്ഞ സമചിത്തതയോടുകൂടിയുള്ള സുതരാം, ഏറ്റവും മത്കൃതാത്മനാം, എന്നിൽ മനസ്സിനെ ചേർത്ത് വച്ചവരായിട്ടുള്ള ദർശനാന്നോ ഭവേത് ബന്ധഃ. ദർശനാന്നോ, ദർശനാത് ന, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദർശനാന്നോ. ദർശനാത് എന്ന് പറഞ്ഞാൽ എൻ്റെ ദർശനം കൊണ്ട് തന്നെ സവിതുഹു, സൂര്യൻ്റെ ദർശനത്താൽ ഭവേത് ബന്ധഃ, ഭവേത് ഇല്ലാതായിത്തീരും. ന ഭവേത് എന്ന് വേണം അവിടെ വരാൻ. ഭവേത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിത്തീരും. ന ഭവേത്, നമ്മൾ ദർശനാന്നോ എന്ന് പറഞ്ഞല്ലോ, ദർശനാത് ന ഭവേത്. അപ്പോൾ ഇല്ലാതെയായിത്തീരും. ബന്ധഃ, ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധനങ്ങൾ ഇല്ലാതെയായിത്തീരും. പുംസോക്ഷ്ണോ സവിതുര്യഥ. പുംസോക്ഷ്ണോ, പുംസഃ അക്ഷ്ണഃ, അക്ഷ്ണോഹോ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പുംസോക്ഷ്ണോ. പുംസഃ എന്ന് പറഞ്ഞാൽ മർത്യർക്ക്, മനുഷ്യർക്ക്. അക്ഷ്ണോ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തൻ്റെ രണ്ട് കണ്ണുകൾക്കെന്ന പോലെ. സവിതുര്യഥ, സവിതുഹു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സൂര്യൻ്റെ ദർശനത്താൽ. യഥ എന്ന് പറഞ്ഞാൽ എപ്രകാരം അല്ലെങ്കിൽ എന്ന പോലെ. അപ്പോൾ ഇവിടെ പറയാണ് സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ ചരിക്കുന്നവരായിട്ടുള്ള, ജ്ഞാനികളായിട്ടുള്ള, ആത്മാവിനെ അറിഞ്ഞവരായിട്ടുള്ള, ഏറ്റവും ദൃഢതയോടുകൂടി എന്നിൽ മനസ്സിനെ അർപ്പിച്ചവരായിട്ടുള്ള അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ, സുഹൃതികളുടെ ദർശനം കൊണ്ട് സൂര്യൻ്റെ ദർശനത്താൽ എപ്രകാരമാണോ കണ്ണുകൾക്ക് ഇരുട്ട് അനുഭവവേദ്യമല്ലാതെയാകുന്നത്, അപ്രകാരം സജ്ജനങ്ങളുടെ ദർശനം കൊണ്ട് തന്നെ ബന്ധങ്ങളാകുന്ന ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ലോക വിഷയങ്ങളോടും ബന്ധം വെച്ച് പുലർത്തുന്ന നമ്മൾക്ക് ആ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞില്ലാതെയാകും. സജ്ജനങ്ങളുടെ ദർശനം തന്നെ മതി. നോക്കൂ, തൊട്ടു മുൻപ് ആ നളകൂപരന്മാർ അപേക്ഷിച്ചത് അങ്ങയുടെ ഭക്തരുടെ ഭൃത്യരായി മാറുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നാണ്. ഇവിടെയും പറഞ്ഞു, എന്നിൽ മനസ്സിനെ ഉറപ്പിച്ചവരുടെ ദർശനം കൊണ്ട് തന്നെ, അവരുടെ ഭൃത്യരാവിയാൽ അവരുടെ ദർശനം കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധങ്ങളും ബന്ധനങ്ങളുമെല്ലാം അഴിഞ്ഞു വീഴും. എപ്രകാരമാണോ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടകന്നു പോകുന്നത്, അതേപോലെ എൻ്റെ ഭക്തരുടെ ദർശനം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ എല്ലാ അനാവശ്യ ചിന്തകളും അജ്ഞതയും ഇല്ലാതെയായി മാറും. ഇത് ഭഗവാൻ നമുക്ക് തരുന്ന വാക്കാണ്, നമുക്ക് തരുന്ന ഉപദേശമാണിത്. സജ്ജനങ്ങളെ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ പുണ്യ അവസരങ്ങളാണ്. അത് കേട്ട് നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയെ, അജ്ഞതയെ, അന്ധകാരത്തെ നീക്കം ചെയ്ത് ഈ
ഭൗതിക പ്രപഞ്ചത്തോടുള്ള ബന്ധങ്ങളെയൊക്കെ ഛേദിച്ച് ഈശ്വരനിലേക്ക് മനസ്സിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇത്തരം സജ്ജനങ്ങളുടെ ദർശനം നമുക്ക് ലഭ്യമാക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃതാത്മനാം ദർശനാന്നോ ഭവേത് ബന്ധഃ പുംസോക്ഷ്ണോ സവിതുര്യഥാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മത്കൃതാത്മനാം, അതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ ദർശനാന്നോ, അവിടെ ന കൂട്ടക്ഷരമാണ്. ഭവേത് ബന്ധഃ പുംസോക്ഷ്ണോ, അവിടെ രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പുംസോക്ഷ്ണോ, അവിടെ വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ സവിതുര്യഥ, സവിതുഹു യഥ ആണ്, പക്ഷേ ര്യ ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. അവിടെ ചേരുമ്പോൾ അത് ര്യ ആയിട്ട് മാറും. ഇനി അടുത്തത് 42ാമത്തെ ശ്ലോകമാണ്. തദ്ഗച്ഛതം മത് പരമൗ നളകൂപരസാദനം സഞ്ജാതോ മയി ഭാവോ വാമീപ്സിതഃ പരമോ ഭവ. തദ്ഗച്ഛതം, തത്, അതുകൊണ്ട് ഗച്ഛതം, നിങ്ങൾ പൊയ്ക്കോളൂ. മത് പരമൗ, എന്നിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. നളകൂപരസാദനം, അല്ലയോ നളകൂപരന്മാരെ, നളകൂപര മണിഗ്രീവന്മാരെ, നിങ്ങൾക്കിപ്പോൾ എന്നിൽ ദൃഢമായിട്ടുള്ള ഭക്തി ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനിയും പൊയ്ക്കോളൂ. എങ്ങോട്ടേക്ക്? സാധനം, നിങ്ങളുടെ സ്വസ്ഥാനത്തേക്ക് അങ്ങോട്ട് പൊയ്ക്കോളൂ. സംജാതോ മയി ഭാവോ, സംജാതഃ, വേണ്ട വിധം എല്ലാം നിങ്ങളിൽ സച്ചിന്തകൾ, ശരിയായ അറിവ് ഉണ്ടായിരിക്കുന്നു. മയി ഭാവോ, മയി എന്നിൽ, ഭാവ എന്ന് പറഞ്ഞാൽ ഭക്തി, എന്നിൽ ഭക്തി വേണ്ട വിധത്തിൽ തന്നെ, അതായത് ശരിയായ തത്വത്തെ അറിഞ്ഞു തന്നെ നിങ്ങൾക്ക് എന്നിൽ ദൃഢമായ ഭക്തി ഉണ്ടായിരിക്കുന്നു. വാമീപ്സിത പരമോ ഭവഃ, വാമീപ്സിത, വാം ഈപ്സിത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. വാം ഈപ്സിത, വാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഈപ്സിത ആഗ്രഹിച്ച്, നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ച് എന്നോട് ചോദിച്ചതും അതല്ലേ, എൻ്റെ ഭക്തരുടെ ദാസരായി തീരാൻ. പക്ഷെ നിങ്ങൾ തന്നെ ഇപ്പോൾ എന്നിൽ ദൃഢമായ ഭക്തിയുള്ളവരായി, വേണ്ട വിധത്തിൽ എന്നെ അറിഞ്ഞുകൊണ്ട് എന്നിൽ ഉറച്ച ഭക്തിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോകാം. പരമോഭവഃ, പരമഃ അഭവഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. പരമോഭവഃ, പരമഃ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, ഉത്കൃഷ്ടമായിട്ടുള്ളത്. അഭവഃ, ഈ സംസാര ദുഃഖം ആകുന്ന, അതായത് വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള, നിങ്ങൾ ഇപ്പോൾ വളരെ ശ്രേഷ്ഠന്മാരായിരിക്കുന്നു. നിങ്ങൾ, അല്ലയോ നളകൂപര മണിഗ്രീവന്മാരെ, ആ ശാപം ഹേതുവായിട്ട് തന്നെ നിങ്ങൾക്ക് എന്നിൽ ഉറച്ച ഭക്തിയുള്ളവരായി തീർന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭവനത്തെ പ്രാപിക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഭക്തി ഇനിയും ഉണ്ടാവും എന്നിൽ. തന്നെയുമല്ല, അഭവഃ എന്നാണ് പറഞ്ഞത്. ഇവിടെ ജന്മരഹിതരായി നിങ്ങൾ മാറുകയും ചെയ്യും. ഇനിയും ജന്മം എടുക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ ഇനി ഇതുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെന്ന് പെടില്ല. അത്രമാത്രം നിങ്ങൾക്ക് എന്നിൽ ഭക്തി, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിച്ചത് യാതൊന്നാണോ ആ ഭക്തി, അത് വേണ്ടതുപോലെ തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വസ്ഥാനത്തേക്ക് മടങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദ്ഗച്ഛതം മത് പരമൗ നളകൂപരസാദനം സഞ്ജാതോ മയി ഭാവോ വാമീപ്സിതഃ പരമോ ഭവഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണ്. വാമീപ്സിതഃ, വാം ഈപ്സിതഃ, അവിടെ വിസർഗവുമുണ്ട്, ഈ കാരവും ശ്രദ്ധിക്കുക. അതുപോലെ പരമോ ഭവഃ, ഒകാരം നീട്ടിയെടുക്കുക, വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത് ഇത്രയുമാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയും
ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് 43-ാമത്തെ ശ്ലോകം. ശ്രീശുക ഉവാച, ഭഗവാൻ ഇത്രയും പറഞ്ഞു. അവർ നളകൂപര മണിഗ്രീവന്മാർ അവരവരുടെ സ്വസ്ഥാനത്തേക്കും മടങ്ങി. ഇനി ശ്രീശുക മഹർഷി പറയുകയാണ്, ഇത്യുക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ പുനഃ ബദ്ധോലോഖലമാമന്ത്ര്യ ജഗ്മദുർദിശമുത്തരാം. ഇത്യുക്തൗ, ഇതി ഉക്തൗ, ഇതി ഇപ്രകാരം, ഉക്തൗ പറഞ്ഞ, തൗ പരിക്രമ്യ, തൗ അവർ രണ്ടുപേരും, പരിക്രമ്യ പ്രദക്ഷിണം വെച്ച്, പ്രണമ്യ ച പുനഃ പുനഃ ഭഗവാനെ വീണ്ടും 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 നമസ്കരിച്ചു. ആ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഭഗവാന്റെ ചുറ്റും വീണ്ടും 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 പ്രദക്ഷിണം വെച്ച് ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. എന്നിട്ടോ ബദ്ധോലൂഖലമാമന്ത്ര്യ, ബദ്ധ ഉലൂഖലം, ആ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ ഭഗവാനെ ആമന്ത്ര്യ എന്ന് പറഞ്ഞാൽ യാത്ര ചോദിച്ചു, ഭഗവാനോട് യാത്ര ചോദിച്ചു. എത്രയോ വട്ടം നമസ്കരിച്ചു, എന്നിട്ടും മതിയായില്ല. വീണ്ടും വീണ്ടും പ്രദക്ഷിണം വെച്ച് വീണ്ടും നമസ്കരിച്ചിട്ട് ഭഗവാനോട് യാത്ര ചോദിച്ചിട്ട് ജഗ്മദുർദിശമുത്തരാം, ജഗ്മദുഹു ദിശം ഉത്തരാം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ജഗ്മദുർദിശമുത്തരാം. ജഗ്മദുഹു എന്ന് പറഞ്ഞാൽ പോയി, ഇങ്ങോട്ട്. ദിശം ഉത്തരാം, ദിശം ദിക്ക്, ഉത്തരം വടക്ക്. ഉത്തരാം ദിശം എന്ന് പറഞ്ഞാൽ വടക്ക് ദിക്കിലേക്ക് അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഭഗവാനെ നോക്കൂ, ഇപ്പോൾ എത്ര തവണ നമസ്കരിച്ചു, എന്നിട്ടും തൃപ്തിയാവാതെ ഭഗവാൻ ഇത്രയും അനുഗ്രഹം കൊടുത്തിട്ട് അവർക്ക് ഭഗവാനെ വിട്ടു പോകുക വയ്യ, മനസ്സനുവദിക്കുന്നില്ല. വീണ്ടും 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 പ്രദക്ഷിണം വെച്ച് വീണ്ടും 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 നമസ്കരിച്ചിട്ട് ഭഗവാനോട് യാത്രയും പറഞ്ഞ് അവരങ്ങനെ ഉത്തരദിക്ക് നോക്കി, വടക്ക് ദിക്ക് നോക്കി പോവുകയും ചെയ്തു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇത്യുക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ പുനഃ ബദ്ധോലൂഖലമാമന്ത്ര്യ ജഗ്മദുർദിശമുത്തരാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ബദ്ധോലൂഖലമാമന്ത്ര്യ, ആമന്ത്ര്യാണ് ബദ്ധ ഉലൂഖലം ആമന്ത്ര്യ. അപ്പോൾ ബദ്ധോലൂഖലം ആമന്ത്ര്യ, ആ മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. പിന്നെ ജഗ്മദുർദിശമുത്തരാം, ദിശം ഉത്തരാം, അതും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ ഭഗവാന്റെ ദാമോദര ലീല ഈ ദാമോദര മാസത്തിൽ നമുക്ക് ഒന്ന് അനുസ്മരിക്കുവാൻ ഭഗവാന്റെ അതിയായ കാരുണ്യമുണ്ടായി. ഭഗവാൻ പറയിപ്പിച്ചതെല്ലാം തന്നെ ഭഗവാനെ, അതും അവിടുത്തെ ഒരു ലീല, എല്ലാം അവിടുന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാം അറിയുന്ന ഭഗവാനെ, അവിടുത്തെ ഓരോ കേളികളാണിതൊക്കെ. അവിടുന്ന് ഓരോ ജീവനും ഓരോന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ആ പാതകളിലൂടെയൊക്കെ അവിടുന്ന് കൈപിടിച്ച് നടത്തുന്നു. അവിടുന്ന് എന്തൊക്കെയോ പറയിപ്പിക്കുന്നു, അവിടുന്ന് എന്തൊക്കെയോ ചെയ്യിക്കുന്നു. നാരായണ. ഹരേ കൃഷ്ണ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നാരദശാപോ നാമ ദശമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനിയും 11-ാമത്തെ അധ്യായമുണ്ട്. അതിനു മുൻപ് നമുക്ക് ഈ 10-ാമത്തെ അധ്യായം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അടുത്ത സത്സംഗത്തിൽ നമുക്ക് 10-ാമത്തെ അധ്യായവും നമുക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നു. ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തി തരട്ടെ. ഹരേ കൃഷ്ണ.